നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി പാർലമെന്റിന്റെ വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ വനിതാ സംവരണ ബില്ലിനെയും ഡിലിമിറ്റേഷൻ ബില്ലിനെയും പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പിന്റെ തന്ത്രപരമായ തീരുമാനമായാണ് ഈ നീക്കത്തെ കാണുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഔപചാരികമായി ചേരാതെ രണ്ട് പ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ പറയുന്നുണ്ട്. എൻസിപിക്ക്, അതായത് ശരത് പവാർ വിഭാഗത്തിന് 8 എംപിമാരാണ് നിലവിലുള്ളത്. ശരത് പവാർ വിഭാഗത്തിലെ ചിലർ എൻഡിഎയുമായി സഹകരിക്കുന്നതിൽ വിയോജിക്കുന്നുണ്ട്. അതിനാൽ സംഘടനയ്ക്കുള്ളിൽ സാധ്യമായ പിളർപ്പ് തടയാനും ലക്ഷ്യമിട്ടാണ് പുറത്തുനിന്നുള്ള പിന്തുണയെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. 2023 മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അജിത് പവാറും നിരവധി MLA-മാരും ശരത് പവാറിനെ ഉപേക്ഷിച്ച് സംസ്ഥാന ഭരണകക്ഷിയായ മഹായുതിയുമായി കൈകോർത്തപ്പോൾ NCP 2 ഭാഗങ്ങളായി പിരിഞ്ഞു. അങ്ങനെ അജിത് വിഭാഗം BJP NDA സഖ്യത്തിൽ ചേർന്ന് മഹാരാഷ്ട്രയിൽ അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ലഭിച്ചു. അജിത് പവാറിന്റെ ഹെലികോപ്റ്റർ അപകട മരണത്തിന് ശേഷം ഭാര്യ സുനേന്ദ്ര പവാറാണ് ഉപമുഖ്യമന്ത്രിയായത്. പാർട്ടി പിളർന്നപ്പോൾ യഥാർത്ഥ NCP അജിത് വിഭാഗമായി. ശേഷിച്ചവരാണ് ശരത് വിഭാഗത്തിൽ ഇപ്പോൾ ഉള്ളത്. ശരത് പവാറിന്റെ വലങ്കയ്യായിരുന്ന പ്രഫുൽ പട്ടേലാണ് അജിത് പവാർ കഴിഞ്ഞാൽ NCPയിലെ മുഖ്യൻ. എന്നാൽ അടുത്തിടെ പാർട്ടി പുനഃസംഘടിപ്പിച്ചപ്പോൾ സുരേന്ദ്ര പവാർ തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനം കയ്യിൽ വെച്ചു. പ്രഫുൽ പട്ടേൽ വർക്കിംഗ് പ്രസിഡന്റായി. മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റായി സുനിൽ താൽക്കറെ നിയോഗിക്കപ്പെട്ടു. പക്ഷേ സുനേത്രയുടെ താല്പര്യത്തിന് വിരുദ്ധമായാണ് സുനിലിനെ അധ്യക്ഷനാക്കിയത്. സുനേത്രയുടെ മകൻ പാർത്ഥ് പവാറിന്റെ എതിർപ്പും മറികടന്ന് സുനിലിന് പദവി നൽകി. അതായത് യഥാർത്ഥ NCPയിൽ കുഴപ്പങ്ങൾ വലിയ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. സുനേന്ദ്രയും മകൻ പാർത്തും ഒരു പക്ഷത്തും പ്രഫുൽ പട്ടേലും സുനിൽ തത്കാറും മറ്റൊരു പക്ഷത്തുമാണ് ഇപ്പോൾ ഉള്ളത്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCPക്ക് 41 സീറ്റും ശരത് പവാർ വിഭാഗത്തിന് 10 സീറ്റുമാണ് ലഭിച്ചത്. NCPയുടെ ഇരുഭാഗങ്ങളിലെയും മുതിർന്ന നേതാക്കളും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും തമ്മിൽ ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചകൾ ശരത് പവാറിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചും പാർട്ടിയുടെ ഭാവി ഗതിയെക്കുറിച്ചുമുള്ള പുതിയ ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൽ നിന്നുള്ള NCP നേതാവ് പ്രഫുൽ പട്ടേലും സംസ്ഥാന ഘടകം അധ്യക്ഷൻ സുനിൽ തത്കറെയും മുംബൈയിലെ ഔദ്യോഗിക വസതിയിൽ ഫട്നാവിസിനെ കണ്ടിരുന്നു. പിന്നാലെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിലെ മുതിർന്ന നേതാവ് ജയന്ത് പാട്ടീലും മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 ആരംഭിക്കും. ലോക്സഭാ സീറ്റുകൾ 850 ഉയർത്താനും പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഡിലിമിറ്റേഷൻ ആരംഭിക്കാനും നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ ബില്ലിന് ലോക്സഭയിൽ 8 NCP ശരത് പവാർ വിഭാഗത്തിൽ വോട്ട് കിട്ടിയാൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ വിജയകരമായി അതൊരു പുതിയൊരു അധ്യായം തുടക്കം കുറിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ NCPയിൽ നിന്നടക്കമുള്ളവരെ നേരെ BJPയിലേക്ക് എത്തിക്കുക, BJP പാളയത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം.